ഹലോ, കേൾക്കാം. നമസ്കാരം സാർ. നമസ്തേ. ഗൾ- ഗൾഫ് യുദ്ധരംഗത്ത് നിന്ന് വിചിത്രമായ വാർത്തകളാണ് വരുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നിലപാടുകളെക്കുറിച്ച് ആകെപ്പാടെ ഒരു ആശയക്കുഴപ്പം ഇന്ത്യക്കാർക്കുണ്ട്, വിദേശത്തുള്ളവർക്കുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് യുദ്ധം തുടങ്ങി ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ഒരു വലിയ പ്രസ്താവന ഉണ്ടായിരുന്നു. ട്രംപിലെ ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങൾ, ഇറാൻ സൃഷ്ടിച്ചിരിക്കുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാൻ ലോക രാജ്യങ്ങൾ സഹായിക്കണം. ആ സഹായം വേണം എന്ന് പറയുമ്പോൾ അന്ന് ഇന്ത്യ യാതൊരു പ്രതികരണവും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വാക്കാലോ പ്രവർത്തിക്കണോ ഉണ്ടായില്ല. ആ യുദ്ധക്കപ്പലുകൾ അയച്ച് ട്രംപിൻ്റെ എഫോർട്ടിനെ സഹായിക്കാനും തയ്യാറായില്ല. പക്ഷേ ഇപ്പോൾ അത്ഭുതകരമെന്ന് പറയട്ടെ, കൂടുതലായി യുദ്ധക്കപ്പലുകളെ, പല രീതിയിലുള്ള യുദ്ധക്കപ്പലുകളെ താങ്കൾ പണ്ട് ചർച്ചകളിൽ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ മുൻകാലങ്ങളിൽ ഇല്ലാത്ത രീതിയിൽ ഇന്ത്യയുടെ പാർട്ടിസിപ്പേഷൻ ഈ രംഗത്തുണ്ടാകുന്നു. അതൊന്ന് വിശദീകരിക്കാമോ? ഇന്ത്യ പിന്നെ വലിയ യുദ്ധക്കപ്പലുകൾ, അതായത് ഡിസ്ട്രോയർ ക്ലാസ്സിലുള്ളതും ഫ്രിഗേറ്റ് ക്ലാസ്സിലുള്ളതുമായ 7 യുദ്ധക്കപ്പലുകൾ ഈ പിന്നെ ഒമാൻ തീരത്ത്, ഒമാൻ കടലിൽ വിന്യസിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ സമുദ്രത്തിന്റെ അടിത്തട്ട് മാപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കപ്പലുകളും സർവേ ചെയ്യുന്ന കപ്പലുകളും ഇന്ത്യ അവിടെ വിന്യസിച്ചിരിക്കുകയാണ്. അതായത് ഈ ഹോർമൂസ് വഴി കടത്തിവിട്ട് ഒമാൻ, ഗൾഫ് ഓഫ് ഒമാനിലേക്ക്, ഒമാൻ ഉൾക്കടലിലേക്ക് കയറി വരുന്ന കപ്പലുകളെ പിന്നീട് അവിടുന്ന് ഇന്ത്യയുടെ യുദ്ധക്കപ്പലുകളാണ് നമ്മുടെ ചരക്ക് കപ്പലുകളെയും അതുപോലെ ഓയിൽ ടാങ്കറുകളെയും ഒക്കെ പിന്നീട് ഗൈഡ് ചെയ്ത് അറേബ്യൻ കടലിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് ഒരുപക്ഷെ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ ഇത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ ഇത്ര വലിയൊരു യുദ്ധക്കപ്പൽ വിന്യാസം നടത്തുന്നത്. സ്വാഭാവികമായിട്ടും ചില ചോദ്യങ്ങളുണ്ട്, ഇന്ത്യ യുദ്ധത്തിൽ പങ്കാളിയാകുകയാണോ എന്ന്. മാത്രമല്ല, പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ചപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്ക് എല്ലാ രാജ്യങ്ങൾക്കും സ്വതന്ത്രമായി കടന്നു വരാൻ തക്കവണ്ണമുള്ള സ്വാതന്ത്ര്യം, അതായത് ഐക്യരാഷ്ട്രസഭയുടെ ഒരു ചട്ടമുണ്ട്. ആ ചട്ടപ്രകാരം ഈ കടലിടുക്ക് എല്ലാ കപ്പലുകൾക്കും യാത്ര ചെയ്യാൻ, സുഗമമായ യാത്ര ഒരുക്കാനുള്ള ഒരു ചാനലായി ഈ കടലിടുക്ക് നിലനിർത്തണം എന്ന അഭിപ്രായവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകടിപ്പിച്ചു. എന്താണ് ഇതിലെ ഒരു പ്രസക്തി? എന്തുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഈ കപ്പലുകൾ, ഇത്രയധികം യുദ്ധക്കപ്പലുകൾ അവിടെ വിന്യസിച്ചിരിക്കുന്നത്? സമാനമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ചൈന അവിടെ യുദ്ധക്കപ്പലുകൾ എസ്കോർട്ടിങ് നടത്തുന്നില്ല. ചൈനയുടെ കപ്പലുകൾ, ചൈനയിലേക്ക് വരുന്ന ചരക്ക് കമേഴ്ഷ്യൽ വെസൽസ് ഉണ്ട്, പക്ഷെ അതിന് എസ്കോർട്ട് ചൈന കൊടുക്കുന്നില്ല. പാകിസ്ഥാൻ പക്ഷേ 2 യുദ്ധക്കപ്പലുകൾ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലേക്ക് പോകുന്ന കപ്പലുകൾക്ക് ഇന്ത്യയുടെ രീതിയിലൊന്നും ചെയ്യുന്നില്ലെങ്കിലും പാകിസ്ഥാനും അവരുടെ കപ്പലുകൾക്ക് സഹായം കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഇന്ത്യ ഈ ഒരു നിലപാട്, ഇന്ത്യയുടെ നിലപാട് എന്താണ് സൂചിപ്പിക്കുന്നതെന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ ആ ചോദ്യത്തില് അതിന്റെ ഒരു അതിന് കൃത്യമായ മറുപടി ഉണ്ട്. അതായത് ഇന്ത്യൻ നേവി അവിടെ ഹൈഡ്രോഗ്രാഫിക് മാപ്പുകൾ ഇന്ത്യൻ നേവി തയ്യാറാക്കുന്നുണ്ട്. അതായത് ഈ ഗൾഫ് ഓഫ്, ഞാൻ അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് ഈ കപ്പലുകൾ എങ്ങനെയാണ് ഈ ഹോർമൂസിൽ നിന്നും അറേബ്യൻ കടലിലേക്ക് കടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ ഞാൻ തരാം. അതായത് മിക്ക കപ്പലുകളും റാസ് തമുറ എന്ന് പറയുന്ന സൗദി ഭാഗത്തുള്ള തുറമുഖത്തു നിന്നും വരുന്നതാണ്. കൂടുതലും സൗദിയിൽ നിന്നും വരുന്ന കപ്പലുകളാണ് ഇപ്പോൾ ഉള്ളത്. ആ റാസ് തമുറ തുറമുഖത്തു നിന്നും പിന്നീട് മറ്റു തുറമുഖങ്ങളിൽ കൂടെയും മറ്റ് അറേബ്യൻ രാജ്യങ്ങളുടെ തുറമുഖങ്ങളിൽ നിന്നും വരുന്ന ഹോർമൂസ് കടലിടുക്കിലേക്ക് കയറുന്ന കപ്പലുകൾ പിന്നീട് അവിടെ വെച്ചിട്ട് അവിടെ നിന്നും പേർഷ്യൻ ഗൾഫിലേക്ക് കയറും. പേർഷ്യൻ ഗൾഫിൽ നിന്നും ഗൾഫ് ഓഫ് ഒമാനിലേക്ക്, ഗൾഫ് ഓഫ് ഒമാനിൽ നിന്നും നേരെ അറേബ്യൻ കടലിലേക്ക്. ഇങ്ങനെയാണ് അതിൻ്റെ യാത്ര. ഈ കപ്പലുകൾ ഹോർമൂസിൽ കയറുമ്പോൾ ഇന്ത്യൻ കപ്പലുകളാണെങ്കിൽ അത് ഇന്ത്യൻ ഐഡന്റിറ്റി അവർ വെളിപ്പെടുത്തും. കാരണം ഇന്ത്യയുടെ കപ്പലുകൾ ആക്രമിക്കില്ല, പാകിസ്ഥാന്റെ കപ്പലുകൾ ആക്രമിക്കില്ല, ചൈനയുടെ കപ്പലുകൾ ആക്രമിക്കില്ല എന്നുള്ള ഉറപ്പുകൾ, റഷ്യയുടെ ആക്രമിക്കില്ല എന്നുള്ള ഉറപ്പുകൾ
ഇറാൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിന് പറയുന്ന ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ നമ്മുടെ ഐഡന്റിഫിക്കേഷൻ നടത്തും. അങ്ങനെ നടത്തുമ്പോൾ പിന്നീട് ഈ കപ്പലിനെ അവരെ ആക്രമിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ അവിടുന്ന് പുറത്തേക്ക് വരുമ്പോൾ, അതായത് ഹോർമൂസ് കടലിടുക്കിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ പിന്നെ ഗൾഫ് ഓഫ് ഒമാനാണ്. ആ ഗൾഫ് ഓഫ് ഒമാനിലെ അവിടെയും ഈ പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഇറാന് ഒരു സൈഡിൽ ഇറാനുണ്ട്, ഗൾഫ് ഓഫ് ഒമാന്റെ. അപ്പൊ പിന്നെ ഗൾഫ് ഓഫ് ഒമാനിലും കൊണ്ട് ഇത് പിന്നെ മൈനുകളൊക്കെ ഒരുപക്ഷെ ഇറാൻ മൈനുകൾ അവിടെ ഒളിപ്പിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഉള്ള മൈനുകളിൽ തട്ടി പലപ്പോഴും കപ്പലുകൾ തകർന്നു പോകാം. ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ അതിന് ഹൈഡ്രോഗ്രാഫിക് ചാർട്ട് എന്ന് പറയുന്നത്, അതായത് സർവേ നടത്തുന്ന പിന്നെ സമുദ്രത്തിന്റെ അടിത്തട്ട് വരെ സർവേ നടത്താൻ ശേഷിയുള്ള കപ്പലുകൾ ഇന്ത്യ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. അത്തരം കപ്പലുകൾ ഈ പ്രദേശമാകെ കടലിന്റെ അടിത്തട്ടാകെ സ്കാൻ ചെയ്തിട്ട് അതിൽ നിന്നും ഹൈഡ്രോഗ്രാഫിക് ചാർട്ട് ഉണ്ടാക്കും. എന്നിട്ട് ഏത് വഴിയാണ് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത് ഇന്ത്യൻ കപ്പലുകൾക്ക് നിർദ്ദേശം കൊടുക്കും. അത് മൈനുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് ഒഴിവാക്കി പോകാൻ മൈനുകൾ മാത്രമല്ല, മറ്റ് രീതിയിലുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ അവിടെ ഉണ്ടോ, എന്തെങ്കിലും മറ്റു രീതിയിൽ കപ്പലുകൾ എതിരെ വരാൻ സാധ്യതയുണ്ടോ. യുദ്ധക്കപ്പലുകൾ ധാരാളം ഇപ്പോൾ അവിടെ വിന്യസിച്ചിട്ടുണ്ട്, അതൊരു വിഷയമാണ്. പിന്നെ മാത്രമല്ല, ഏതെങ്കിലും മിസൈൽ അറ്റാക്കുകൾ വരികയാണെങ്കിൽ അത് തടയാനും ഇന്ത്യൻ കപ്പലുകൾക്ക് ശേഷിയുള്ളവയാണ്. കാരണം ഇത് രണ്ടും കൊൽക്കത്ത ക്ലാസ്, വിശാഖപട്ടണം ക്ലാസ് എന്ന് പറയുന്ന ഡിസ്ട്രോയറുകളാണ്. ഈ 7 എണ്ണത്തിൽ 5 എണ്ണം, ബാക്കി 2 എണ്ണം ഫ്രിഗേറ്റുകളാണ്. കുറച്ചുകൂടെ ചെറിയ കപ്പലാണ് ഫ്രിഗേറ്റ്. യുദ്ധക്കപ്പൽ 3 തരത്തിലാണ്. ഏറ്റവും വലുത് ഡിസ്ട്രോയർ, അതിന് താഴെയുള്ള ഫ്രിഗേറ്റ്, ഏറ്റവും ചെറുത് കോർവെറ്റ് എന്ന് പറയും. അപ്പൊ ഈ ഫ്രിഗേറ്റും ഡിസ്ട്രോയറും ഫ്രിഗേറ്റുമാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. ഈ ഡിസ്ട്രോയറുകളിൽ പിന്നെ അറ്റാക്ക് ഹെലികോപ്റ്ററുകളായ നമ്മൾ അമേരിക്കയിൽ നിന്നും വാങ്ങിച്ച MX-60 എന്ന് പറയുന്ന ആക്രമണ ഹെലികോപ്റ്റർ ഓരോന്ന് കാണും ഈ കപ്പലിന്റെ ഡെക്കിൽ. അപ്പോൾ അത്ര വലിയ കപ്പലാണ്. ഒരു കപ്പൽ തന്നെ 160, ഈ ഡിസ്ട്രോയർ എന്ന് പറഞ്ഞ ഒരു ചെറിയ വിമാനവാഹിനി പോലെയാണ്. അതൊരു 160 മീറ്ററിനൊക്കെ മുകളിൽ വലിപ്പമുള്ള, ഒരു 200 മീറ്ററോളം ഒക്കെ ദൂരം നീളമുള്ള കപ്പലുകളാണ്. അപ്പോൾ നമുക്ക് അതിന്റെ വലിപ്പം മനസ്സിലാക്കാം. 160-150 മീറ്റർ ശരാശരി നീളമുണ്ട് ഈ കപ്പലുകൾക്കൊക്കെ. അപ്പോൾ ഇത് പലതും സ്റ്റെൽത്ത് കപ്പലുകളാണ്. അതായത് ശത്രുവിന്റെ റഡാറുകളിൽ പതിയാത്ത, അല്ലെങ്കിൽ റഡാറുകളിൽ വളരെ കുറച്ച് റഡാർ സിഗ്നേച്ചർ മാത്രം കൊടുക്കുന്ന കപ്പലുകളാണ്. അപ്പം ഈ ഇന്ത്യൻ നേവി ഈ ഹൈഡ്രോഗ്രാഫിക് മാപ്പ് ഉണ്ടാക്കിയിട്ട് അത് നമുക്കുള്ള ഒരു പ്രയോജനം എന്ന് പറയുന്നത്, ഇപ്പൊ ഈ പ്രദേശത്തിന്റെ ഒരു ടോപ്പോഗ്രഫി, അതായത് ഈ ഗൾഫ് ഓഫ് ഒമാൻ തൊട്ട് അറേബ്യൻ കടൽ വരെ, അല്ലെ അതിന് ശരിക്കും പറഞ്ഞാൽ ഈ ഗൾഫ് ഓഫ് ഒമാനിലൊന്നും പോയിട്ട് നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് ടോപ്പോഗ്രാഫിക് സർവേ നടത്താനോ ഒരു ഹൈഡ്രോഗ്രാഫിക് മാപ്പ് പ്രിപ്പയർ ചെയ്യാനൊന്നും സാധാരണഗതിയിൽ സാധിക്കില്ല. കാരണം അത് ബുദ്ധിമുട്ടാണ്. അതൊരു മറ്റൊരു രാജ്യത്തിനെതിരെ യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന പോലെ ആവും. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ്, നമുക്ക് ഈ ഗൾഫിന്റെ തീരത്തുള്ള ഈ കടലിന്റെ അടിത്തട്ട് മുഴുവൻ നമ്മൾ സ്കാൻ ചെയ്യുകയാണ് നമ്മുടെ കപ്പലുകൾ. എന്നിട്ട് ആ പ്രദേശത്തെക്കുറിച്ച് വളരെ കൃത്യമായ അറിവ് നമ്മുടെ നേവിക്ക് ഉണ്ടാവുകയാണ്. അപ്പൊ ഇതൊരു തരത്തിൽ നമുക്കൊരു അവസരവും കൂടിയാണ്. അത് പറയുന്നത് ശരിയല്ലെങ്കിലും അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. കാരണം എന്ന് ഞാൻ തൽക്കാലം പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് തന്നെ ഞാനത് പറയുന്നില്ല. പക്ഷേ എങ്കിലും ഈ പ്രദേശത്തിന്റെ ആകെ ഭൂപ്രകൃതി, കടലിനെ കുറിച്ചും വളരെ കൃത്യമായ ഡാറ്റയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഇപ്പോ ഈ ഹൈഡ്രോഗ്രാഫിക് മാപ്പ് മറ്റ് കമേഴ്സ്യൽ കപ്പലുകൾ പലർക്കും ഇന്ത്യയിൽ നിന്നാണ് അവർ വാങ്ങിക്കുന്നത്. അതായത് ഏത് റൂട്ട് പോകണമെന്നൊക്കെയുള്ള ഗൈഡൻസ് അവർ തേടുന്ന ഇന്ത്യയിൽ നിന്നാണ്. കാരണം ഇന്ത്യക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അമേരിക്ക കഴിഞ്ഞാൽ ഇപ്പൊ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിരിക്കുന്ന ഇന്ത്യയാണ്. ആ രീതിയിലാണ്. ഇപ്പൊ 7 കപ്പൽ എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഈ പറയുന്ന ഡിസ്ട്രോയർ, ഫ്രിഗേറ്റ്, 2 ക്ലാസ്സിൽപ്പെട്ട കപ്പലുകൾ മാത്രമാണ്. അതിന് പുറമെയാണ് ഈ സർവേ ചെയ്യുന്ന കപ്പലുകൾ, അതായത് റിസർച്ച് വെസൽസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെടുന്ന കപ്പലുകൾ, ഹൈ സ്പീഡ് ബോട്ടുകൾ, ഇങ്ങനെ പല രീതിയിലുള്ള ചെറിയ യാനങ്ങളും അവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെ ഈ മിസൈൽ ബോട്ടുകളുമാണ് ചിലത്, അതായത് മിസൈൽ വഹിക്കുന്നതാണ്. ഈ ഫ്രിഗേറ്റിൽ, ഈ ഡിസ്ട്രോയറുകളിലെല്ലാം തന്നെ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള എല്ലാ മിസൈലുമുണ്ട്.
അത് മാത്രവുമല്ല, ഞാൻ പറഞ്ഞല്ലോ ഈ ആക്രമണ ഹെലികോപ്റ്ററാളെ MH-60 എന്ന് പറയുന്നത് ഒരേ സമയം പിന്നെ അന്തർവാഹിനികളെ പോലും കണ്ടുപിടിക്കാനും ആക്രമിക്കാനും ശേഷിയുള്ള പിന്നെ കപ്പലുകളാണ്. അപ്പോ ഇന്ത്യയെ സംബന്ധിച്ച് ഇവിടെ ഈ പ്രദേശത്ത് ഇപ്പോ ഹോർമൂസ് ഉൾക്കടലിൽ നിന്ന് ഇന്ത്യൻ കപ്പലിന് നേരെ ഇറാൻ ആക്രമണം ഉണ്ടാകില്ല. പക്ഷെ അത് അങ്ങനെയാണെങ്കിലും ഇറാന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഹുതികള് അല്ലെങ്കിൽ അതുപോലുള്ള ഗ്രൂപ്പുകള് ഇവരൊന്നും ഹെസ്ബുള്ളയ്ക്കൊന്നും ഇവിടം വരെ വന്നിട്ട് ആക്രമിക്കാൻ പറ്റത്തില്ല. അത് ഇസ്രായേലും കഴിഞ്ഞിട്ടുള്ള ഒരു രാജ്യമാണ്. അത് 2500 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു രാജ്യമാണ്. അപ്പോ ഈ പ്രദേശത്ത് ഇപ്പോൾ അതല്ലെങ്കിൽ പാകിസ്ഥാനിലുള്ള ഷിയ വിഭാഗങ്ങളുണ്ട്. ഇങ്ങനെ പല പിന്നെ ഗ്രൂപ്പുകളും ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകളും. ഈ ഗ്രൂപ്പുകളിൽ നിന്നും ആക്രമണം ഉണ്ടാകത്തില്ല എന്നൊന്നും നമുക്ക് നിശ്ചയമില്ല. കാരണം നമ്മളൊരു സമാനമായ സാഹചര്യത്തിലാണ് ഡിപ്ലോയ്മെന്റ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പം ഇന്ത്യ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ലെങ്കിലും ഇന്ത്യയുടെ സൈനിക ശക്തി അവിടെ നിലനിർത്തുന്നുണ്ട്. അത് ഒരു തരത്തിൽ അതൊരു യുദ്ധത്തിൽ പങ്കെടുക്കുന്ന പോലെ തന്നെയാണ്. പിന്നെ പ്ലസ് ഇന്ത്യയുടെ ഒരു തന്ത്രം ഡിപ്ലോമസി പ്ലസ് ടെക്നിക്കൽ ക്യാപ്പബിലിറ്റി പ്ലസ് മിലിറ്ററി റെഡിനെസ് എന്നുള്ളതാണ്. അതായത് ഒരു ഭാഗത്ത് നമ്മുടെ നയതന്ത്ര ബന്ധങ്ങൾ ഇറാനുമായിട്ട് ശക്തിപ്പെടുത്തി ഇറാന്റെ തന്നെ സമ്മതത്തോടു കൂടി നമ്മൾ അവിടെ കാര്യങ്ങൾ ചെയ്യുന്നു. മറ്റൊരു ഭാഗത്ത് നമ്മുടെ മിലിറ്ററി നേവിയുടെ ക്യാപ്പബിലിറ്റീസ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുകയാണ്. നമ്മുടെ നേവിക്ക് മൈറ്റ് ഇന്ന കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും, അത് സൂചിപ്പിക്കുകയാണ്. അതൊരു ഭാഗത്ത്. പിന്നെ നമ്മുടെ റെഡിനെസ്, ഒരു യുദ്ധമുണ്ടായാൽ നമുക്ക് പിന്നെ നമ്മൾ തയ്യാറാണ്, അതിൽ നമ്മൾ പിറകോട്ട് പോകില്ല എന്നുള്ളത് ഈ പലപ്പോഴും കപ്പലുകൾക്ക് നേരെ ആക്രമിക്കാൻ വരുന്നവരെ ഇത് തടയുന്നു, മാനസികമായിട്ട് അവരെ തടയുന്നു. കാരണം ഇവിടെ നമ്മുടെ സഖ്യകക്ഷികളിൽ നിന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളോട് ഏറ്റവും സൗഹാർദ്ദമുള്ള സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഒരു അഷുറൻസും കൂടെ അല്ലേ അത്? അങ്ങനെ നമുക്ക് ഗൾഫ് രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ ഒരു സൈനിക സാന്നിധ്യം ഈ പ്രദേശത്തുള്ളത്, പ്രത്യേകിച്ച് ഇപ്പോൾ ഒമാന്, ഞാൻ പറഞ്ഞല്ലോ ഗൾഫ് ഓഫ് ഒമാനിലാണ് ഈ കപ്പലുകൾ വിന്യസിച്ചിരിക്കുന്നത്. ഗൾഫ് ഓഫ് ഒമാനിൽ ഇത് വരുമ്പോൾ ഇത് ഒരു തരത്തിൽ ഒമാനോട് ഒരു പ്രൊട്ടക്ഷനാണ്. കാരണം ഒമാന് നാളെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അവരൊരു സന്ദേശം കൊടുത്താൽ ഈ കപ്പലുകൾ പെട്ടെന്ന് ഒമാന്റെ തുറമുഖങ്ങളിലേക്ക് കുതിച്ചെത്താൻ പറ്റും. വളരെ വേഗത്തിലെത്താൻ പറ്റുന്ന മിസൈൽ ബോട്ടുകളും ഒക്കെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ ഇങ്ങനെ ഒരു റിയൽ ഫോഴ്സ്, ചരിത്രത്തിൽ എന്ന് ഞാൻ പറയുന്ന 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കാലമാണ്. 2ാം ലോക മഹായുദ്ധ കാലത്ത് ബ്രിട്ടീഷ് സൈന്യത്തിന് വേണ്ടി ഗൾഫിൽ മുഴുവൻ പോരാടിയത് ഇന്ത്യക്കാരാണ്. മിഡിൽ ഈസ്റ്റിലെ 1,10,000-ഓളം ഇന്ത്യൻ സൈനികർ അന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട് ബ്രിട്ടന് വേണ്ടിയിട്ട്. ശരിക്കും ബ്രിട്ടീഷ് അതെ മിഡിൽ ഈസ്റ്റിൽ മാത്രമായിട്ട്. അത് ഞാൻ പറഞ്ഞത് ഈ ഗൾഫ് തൊട്ട് അങ്ങ് സിറിയ വരെ, വെസ്റ്റ് ഏഷ്യ വരെയുള്ള മിഡിൽ ഈസ്റ്റ് ഭാഗത്ത് മാത്രമായിട്ട് ഇത്രയധികം ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ഈ ചരിത്ര വസ്തുതകൾ പറയുന്നത് ഈ സായിപ്പന്മാർക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ വിക്ടോറിയ ക്രോസുകൾ അന്ന് ഇന്ത്യക്കാർക്ക്, ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാർക്കാണ് കൊടുത്തത്. അതുതന്നെ ഇന്ത്യൻ സൈനികരുടെ ഒരു സാന്നിധ്യവും വീര്യവും അവരുടെ ഒരു പിന്നെ യുദ്ധത്തിന്റെ സ്കില്ലും ഒക്കെ വെളിപ്പെടുത്തുന്നതാണ്. പക്ഷെ അല്ല, മദ്രാസ് റെജിമെന്റ് മാത്രമല്ല, അവിടെ കൂടുതലും വിക്ഷേപിച്ചിരുന്നത് പിന്നെ വിന്യസിച്ചിരുന്നത് എനിക്ക് തോന്നുന്നത് അന്ന് രജപുത്താന റൈഫിൾസ്, മറാഠ റെജിമെന്റ്, ഗൂർഖ റൈഫിൾസ്, ഇങ്ങനെ 3 വിഭാഗത്തിനെ ആയിരുന്നു. മദ്രാസ് റെജിമെന്റും തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ മദ്രാസ് റെജിമെന്റിനെ പലപ്പോഴും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ്, അതായത് ബർമ, ജപ്പാനുമായിട്ടുള്ള യുദ്ധത്തിൽ നേരിടാനാണ് അവർ കൂടുതൽ വിട്ടിരുന്നത്. ഇവിടെ വിടുന്നത് പലപ്പോഴും ഉത്തരേന്ത്യക്കാരെയായിരുന്നു. കാരണം ഈ ടോപ്പോഗ്രഫി ഏതാണ്ട് നോർത്ത് ഇന്ത്യക്ക് സമാനമാണ്. സമാനമാണ് മരുഭൂമികളും. അത് പട്ടാളക്കാരെ വിന്യസിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്കൻ സൈന്യത്തിൽ ജിപ്സികൾ എന്ന് പറയുന്ന ജിപ്സികൾ എന്ന് പറയുന്നത് നീഗ്രോ എന്ന് പറയുന്ന പോലെ ഒരു ശകാര വാക്കാണ്, അത് ഉപയോഗിക്കാറില്ല ഇപ്പോഴും. റോമ എന്ന് പറയും ഇന്ത്യൻ വംശജരായിട്ടുള്ള യൂറോപ്യൻസ് ആണ് അവര്. പൗരാണിക കാലത്ത് ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ളവരാണെന്നാണ് അവരുടെ ജനറ്റിക് പഠനങ്ങൾ തെളിയിച്ചത്. റോമ എന്ന് പറയും. അപ്പൊ അത്തരം സൈനികരെ പലപ്പോഴും മിഡിൽ ഈസ്റ്റിലോട്ട് വിടാറുണ്ട് അമേരിക്ക. കാരണം അഫ്ഗാനിസ്ഥാനിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ ഇവർക്ക് സായിപ്പിനേക്കാൾ നന്നായിട്ട് കാലാവസ്ഥയുമായിട്ട് ഇവർ അഡ്ജസ്റ്റ് ചെയ്യും. എന്തായാലും ശരി, ഇത് ചൈനയും പാകിസ്ഥാനും ഒന്നും കഴിയാത്ത ഈ ഒരു കാര്യം ഇപ്പോൾ, അതായത് ഹൈഡ്രോഗ്രാഫിക് മാപ്പിംഗ് നടത്തുകയും പ്രദേശത്തെ ഇവിടെ പോകുന്ന മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് പോലും വഴി കാണിക്കാനും ഇന്ത്യൻ നേവിക്ക് കഴിയുന്നു എന്നുള്ളത്
ഒരു വലിയ നേട്ടമാണ്. തീർച്ചയായിട്ടും അത് ഭാവിയിൽ ഇന്ത്യയുടെ ഒരു യശസ് ആ പ്രദേശത്ത് വലിയ രീതിയിൽ ഉയർത്തുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഇതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ നിലപാട്. ഇന്ത്യയുടെ ഇപ്പോഴും 20ഓളം കപ്പലുകൾ ഹോർമുസിൽ ഊഴം കാത്തു കിടപ്പുണ്ട്. 80ലധികം കപ്പലുകൾ അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഇനി ബാക്കി 60 എണ്ണത്തോളം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. 20ഓളം എണ്ണം ബാക്കി കിടപ്പുണ്ട് ഊഴം കാത്ത്. അവരെ പിന്നെ നിരവധി നൂറുകണക്കിന് കപ്പലുകൾ കിടന്ന കാരണം പതുക്കെയാണ് ഇപ്പോൾ ആദ്യം വന്നവർ ആദ്യം കടത്തിവിടുന്ന രീതിയിലാണ്. ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ, റഷ്യ അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നാണ് ഇപ്പോൾ കപ്പലുകൾക്ക് കടത്തിവിടുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം.